ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ ചെടിയിൽ കുറേ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ അടുക്കളത്തോട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൊറോണയൊക്കെ അല്ലേ, നമുക്ക് പരമാവധി വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. പുറത്ത് പോകാതിരിക്കാൻ പറ്റുമല്ലോ സാധനങ്ങൾ. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരിക പച്ചമുളകാണ്. നമ്മൾ ഏത് കറിയിലാണെങ്കിലും പച്ചമുളക് വേണം. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഞാൻ നേരത്തെ കാണിച്ചില്ലേ, വളരെ നല്ലതാണ്. വെണ്ടയ്ക്ക കഴിച്ച് കഴിഞ്ഞാൽ ആട്ടിറച്ചി കഴിച്ചതിന് തുല്യം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യമാണോ എന്നറിയില്ല. അതേ പച്ചമുളക് കണ്ട ചെറിയ ചെടിയാണ്, അതുമ്പോൾ തന്നെ എത്ര എണ്ണം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വഴുതനയാണുള്ളത്. വഴുതന എന്ന് പറഞ്ഞാൽ വഴുതന ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് വേണ്ടി നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിഠായിയുടെ ഡിബകളിലാണ് ചെടി നട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വലിയ ഡബ്ബയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചെറിയ ചെടികളൊക്കെ നടാം. ഞങ്ങൾ വഴുതനങ്ങ ഒരെണ്ണം ചാക്കിലാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കൂർക്ക, നിങ്ങൾ കേട്ടിട്ടില്ലേ, പനിക്കൂർക്ക കുഞ്ഞു കുട്ടികളുടെയൊക്കെ തലയിലൊക്കെ നമ്മൾ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വാട്ടി ഇടാറുണ്ട്. അതന്നെ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഫക്കെട്ട്, ഈ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ കഫക്കെട്ടൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തുളസിയില, അതുപോലെ തന്നെ പനിക്കൂർക്ക, അതൊക്കെയുള്ളത് നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓണത്തപ്പന് വെക്കുന്ന തുമ്പപ്പൂവിൻ്റെ ചെടിയൊക്കെ എല്ലാവരും പുല്ലാന്നൊക്കെ കരുതിയിട്ട് പലരും പറിച്ച് കളയാറുണ്ട്. അതൊന്നും ചെയ്യരുത്. ഞാനൊരു കഷായം പറഞ്ഞു തരാം, വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ കൊറോണ സാഹചര്യത്തിൽ മാറി വരുന്ന ക്ലൈമറ്റ്, കഫക്കെട്ട്, തലവേദന, പനി ഇതൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒരു 3-4 പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തന്നെ ചുക്കും കുരുമുളകും പൊടിക്കുക, തുളസിയില, പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുമ്പപ്പൂവിൻ്റെ ഇല, അതൊക്കെ ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക. നമ്മുടെ വെള്ളം ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഗ്യാസ് ഏറ്റവും കുറവിലാക്കിയിടുക. അങ്ങനെ നല്ലോണം സിമ്മാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം തിളച്ചത്, ഇപ്പോൾ ഒരു കപ്പ് എടുത്തതെന്നുണ്ടെങ്കിൽ അതിന് 3/4 കപ്പാവുന്ന രീതിയിൽ അത് തിളപ്പിക്കുക. അപ്പോൾ അതൊരു പെർഫെക്റ്റ് കഷായമാണ് തൊണ്ടവേദന, കഫക്കെട്ട്, തലവേദനയ്ക്കൊക്കെ. പിന്നെ ഇത് കണ്ട ഈ അടുക്കളത്തോട്ടത്തിൽ കാണുന്നൊരു സാധനമാണ്. കണ്ട മിനി പെഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടമൊക്കെ മാറിപ്പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നനയ്ക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിനൊക്കെ ഒന്ന് കാണാൻ പോകുന്നത് നല്ലതാണ്. നമ്മുടെ കഷായം റെഡി ചെയ്യേണ്ടത് ഞാൻ കഴിക്കുന്നത് കണ്ട. ഡെയിലി ഞാനൊക്കെ കുടിക്കട്ടെ, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കഴിക്കുന്നുണ്ട്. അടിപൊളിയാണ് കഷായം. ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടുക്കളത്തോട്ടം മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നമ്മുടെ ഹെൽത്തിന് അത്രയും ബെറ്ററാണ്. ഓൾ ദ ബെസ്റ്റ്.